പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നല്ല ഒരു ദിവസം കൂടി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് ഞങ്ങൾ നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. തിരുനാമത്തിന് നന്ദിയും സ്തോത്രവും കരയേറ്റുന്നു. വിശുദ്ധമായ ദിവസത്തിന്റെ പ്രഭാതത്തിൽ നിന്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് നിന്റെ പരിശുദ്ധമായ ആലയത്തിൽ നിന്നെ ആരാധിക്കുവാൻ കൂടിയിരിക്കും. കർത്താവേ, നിന്റെ സ്വർഗീയമായ സാന്നിധ്യം ഞങ്ങളുടെ കൂട്ടായ്മകളിൽ ഉണ്ടായിരിക്കണമേ. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും നിന്റെ സാന്നിധ്യം നൽകാമെന്ന് വാക്ക് പറഞ്ഞ വിശ്വസ്തനായ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, കൂട്ടായ്മകളിൽ, കൂടിവരവുകളിലൊക്കെയും നീ സന്നിഹിതനാകുകയും ഓരോ മക്കളെയും നീ പേരുവരായി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നെ പാടി സ്തുതിക്കുവാനും നിന്റെ വചനം വായിച്ച് ധ്യാനിച്ച് കേൾക്കാനും വിശ്വാസമേറ്റു ചൊല്ലാനും മധ്യസ്ഥത അണയ്ക്കാനും ആശീർവാദം എന്ന മുദ്ര ഏറ്റുവാങ്ങി ലോകത്തിൽ ജീവിക്കുവാനും കർത്താവേ ഞങ്ങളെ തുണയ്ക്കണമേ. സ്വർഗസ്ഥ പിതാവേ, ഈ ആരാധന ഞങ്ങൾക്ക് ഏവർക്കും നന്മയും അനുഗ്രഹവുമാക്കി തരണമേ. നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും മഹത്വത്തിനുമായി നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹേ ദൈവമക്കളെ എന്ന് ആരംഭിക്കുന്ന 37ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ജ്ഞാനകീർത്തനം 37. സന്തോഷ
ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താൻ ആരാധനാക്രമത്തിലെ 4ാമത്തെ സ്തുതിലിത്താനെ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ചേർന്ന് ചൊല്ലി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം നിൻ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനാം ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുൻപാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. അനുതാപ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഏകാഗ്രമാക്കാം. പാപത്തെ വെറുക്കുന്നുവെങ്കിലും അനുദപിക്കുന്ന പാപിയ മനുഷ്യനെ സ്നേഹിക്കുന്ന സ്നേഹവും നീതിയുമുള്ള ദൈവം നമുക്കുണ്ട്. ആ കർത്താവിന്റെ മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരണം കൂടാതെ, പാപക്ഷമ കൂടാതെ ദൈവത്തെ കണ്ടുമുട്ടാനോ ദൈവമൊരുക്ക് നന്മകളെ അനുഭവിക്കുവാനോ സാധ്യമല്ലായകയാൽ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകും. അതുകൊണ്ട് വിനയത്തോടെ, താഴ്മയോടെ, അനുതാപ ഹൃദയത്തോടെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ ഹൃദയങ്ങളെ, അന്തരേന്ദ്രിയങ്ങളെ അറിയുന്നവന്റെ മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് അനുദപിച്ച് അല്പസമയം മൗനമായി നമുക്ക് പ്രാർത്ഥിക്കാം.
അനുതാപ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. നാലാമത്തെ പ്രാർത്ഥന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷത്തും ഞങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. കരുണയുള്ള കർത്താവേ, നിന്റെ വിശ്വാസമുള്ള ജനങ്ങൾ തങ്ങളുടെ സകല പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിപ്പാനായിട്ട് അവർക്ക് പാപമോചനവും സമാധാനവും നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനം കേൾക്കാനും വചന ശുശ്രൂഷയ്ക്കുമായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ, കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. നമുക്ക് ഇപ്പോൾ ഇന്നത്തേക്കുള്ള തിരുവചന വേദപാഠഭാഗങ്ങൾ വായിച്ചു കേൾക്കാവുന്നതാണ്. ഈ വിശുദ്ധ ദിവസത്തിലേക്ക് വായിപ്പാൻ നിശ്ചയിച്ചിട്ടുള്ള പഴയ നിയമ വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധയോടെ കേൾക്കും. 14-ാം അധ്യായം 15 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കാം. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നു പോകും. എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കും. അവർ ഇവരുടെ പിന്നാലെ ചെല്ലും. ഞാൻ ഫറവോനിലും അവന്റെ സകല സൈന്യത്തിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തും. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവ ആകുന്നു എന്ന് മിസ്രയീമ്യർ അറിയും. അനന്തരം ഇസ്രായേലിയുടെ സൈന്യത്തിന് മുമ്പായി നടന്ന ദൈവദൂതൻ അവിടെ നിന്നു മാറി അവരുടെ പിന്നാലെ നടന്നു. മേഘസ്തംഭവും അവരുടെ മുമ്പിൽ നിന്നു മാറി പിമ്പിൽ പോയി നിന്നു. രാത്രി മുഴുവനും മിസ്രയീമ്യരുടെ സൈന്യവും ഇസ്രായേലിയുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു. ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശെ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രയീമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രയീമ്യ സൈന്യത്തെ നോക്കി മിസ്രയീമ്യ സൈന്യത്തെ താറുമാറാക്കി. അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രയീമ്യർ, നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. യഹോവ അവർക്ക് വേണ്ടി മിസ്രയീമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യഹോവ മോശയോട്, വെള്ളം മിസ്രയീമ്യരുടെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈനീട്ടുക എന്ന് കൽപ്പിച്ചു. മോശെ കടലിന്മേൽ കൈനീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിൻ്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. മിസ്രയീമ്യർ അതിന് എതിരായി ഓടി. യഹോവ മിസ്രയീമ്യരെ കടലിന്റെ നടുവിൽ തള്ളിയിട്ടു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുട്ടിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടി കടന്നുപോയി.
വെള്ളം അവരുടെ ഇടത്തും വലത്തും മതിലായി നിന്നു. ഇങ്ങനെ യഹോവ ആ ദിവസം ഇസ്രായേല്യരെ മിസ്രൈമ്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. മിസ്രൈമ്യർ കടൽക്കരയിൽ ചത്തടിഞ്ഞു കിടക്കുന്നത് ഇസ്രായേല്യർ കാണുകയും ചെയ്തു. യഹോവ മിസ്രൈമ്യരിൽ ചെയ്ത ഈ മഹാപ്രവൃത്തി ഇസ്രായേല്യർ കണ്ടു. ജനം യഹോവയെ ഭയപ്പെട്ട് യഹോവയിലും അവൻ്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. ഇങ്ങനെ ഇവിടെ പഴയ നിയമ വേദഭാഗം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കായി വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ 32, സാംസ് 32. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞെരുക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്താൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോടറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം ഓരോ ഭക്തനും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവൻ്റെ അടുക്കലോളം എത്തുകയില്ല. നീ എനിക്ക് മറുവിടമാകുന്നു. നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നിങ്ങൾ ബുദ്ധിയില്ലാത്ത കുതിരയെയും കോവർ കഴുതയെപ്പോലെയും ആകരുത്. അവയുടെ ചമയങ്ങളായ കടിഞ്ഞാണും മുഖപ്പട്ടയും കൊണ്ട് അവയെ അടക്കി വരുന്നു. അല്ലെങ്കിൽ അവ നിനക്ക് സ്വാധീനമാകിയില്ല. ദുഷ്ടന് വളരെ വേദനകളുണ്ട്. യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. നീതിമാന്മാരെ, യഹോവയിൽ സന്തോഷിച്ചാനന്ദിപ്പിൻ. ഹൃദയ പരമാർത്ഥികൾ എല്ലാവരുമായുള്ളവരെ ഘോഷിച്ചുല്ലസിപ്പിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്ക് വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ. തീത്തോസ് 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളെ കേട്ടുകൊള്ളുവേ. മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവൻ്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജന്മ സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിൻ്റെ നവീകരണം കൊണ്ട് തന്നെ. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവും ആകുന്നു. ഇവിടെ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള സുവിശേഷ പാഠഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവത്തിന്റെ വചനം കേൾക്കുവിൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവ വചനം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന യേശുവിനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു.
ദൈവം തന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് യേശുവിനോട്, മനുഷ്യന് വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിന് ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അതെവിടെ നിന്നോ വരുന്നു എന്നോ എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാൻ 185 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ദൈവമേ വിശുദ്ധമാം നിന്റെ വചനത്തിനായി ആരംഭിക്കുന്ന 185 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. നമ്മുടെ തലകളിൽ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. ജീവിപ്പിക്കുന്ന വചനം ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ജീവിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ വചനത്തിലൂടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും ജീവിപ്പിക്കുകയും ഭാവിയിലേക്ക് പ്രത്യാശയോടുകൂടി നടന്നു പോകാനുള്ള കരുത്ത് നൽകുവാനും സഹായിക്കണം. നീ പറയുന്ന നിന്റെ ശബ്ദം കേട്ട് ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ, വിശ്വാസത്തിൽ കുറഞ്ഞു പോകാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു. ഈ പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിത സാഹചര്യത്തിൽ നിന്റെ വചനത്തിൽ ആശ്രയിച്ച പ്രത്യാശയിൽ വളരുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കുന്നു. പിതാവേ, നിന്റെ കരങ്ങളിൽ നിന്റെ മക്കളായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, അനുഗ്രഹിച്ചതിന് സ്തോത്രം.
രക്ഷകനും കർത്താവുമായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കും. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം, അതിന്റെ ബി പാർട്ട്. അപ്പോൾ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ന്. മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. ഈ പ്രത്യേക പരിതസ്ഥിതിയിൽ ധൈര്യം പകരുന്ന ദൈവത്തിന്റെ ശബ്ദമാണ് ഇത്. മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. മിസ്രൈമിൽ നിന്നും പ്രയാണം ചെയ്ത് ചെങ്കടൽ കടക്കുന്നതിന് മുൻപുള്ള സംഭാഷണ പരമ്പരയാണ് ഇത്. നടന്ന് ചെങ്കടൽ കരയിൽ ലക്ഷം വരുന്ന ജനം കാത്തു നിൽക്കും. മറുകര കടക്കുക. മുൻപിൽ ഭീതി ആർത്തലിച്ച് ഒഴുകുന്ന ചെങ്കടൽ, അതിന്റെ ബുദ്ധിമുട്ട്, പ്രയാസം, പിന്നിൽ യുദ്ധസന്നാഹത്തോടെ വരുന്ന ഫറവോന്റെ സൈന്യം, ആകപ്പാടെ ആശങ്ക, ആകപ്പാടെ അസ്വസ്ഥത, എന്ത് ചെയ്യണമെന്നറിയാത്ത അരക്ഷിതാവസ്ഥയിൽ ഒരു ജനത അകപ്പെട്ടിരിക്കുന്നു. ഈ നാളുകളിൽ നമ്മളും ഏകദേശം അങ്ങനെ അസ്വസ്ഥത എല്ലായിടത്തും, ആശങ്ക എല്ലായിടത്തും. നിരന്തരം കേൾക്കുന്ന വാർത്തകൾ നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അസ്വസ്ഥതാജനകമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയത്തോട് പുറയിലോടും കൂടി നിൽക്കുന്ന ഒരു പ്രതിസന്ധിയുണ്ട്. എങ്ങനെ ഇന്ന് ലോകം നേരിടുന്ന മഹാമാരിയെ അതിജീവിക്കാൻ കഴിയും? എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യാൻ കഴിയും? ജനം ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്ന ലോകാന്തരീക്ഷത്തിലാണ്. ദൈവത്തിന്റെ ശബ്ദത്തിന് വളരെ പ്രാധാന്യമുണ്ട്. മുന്നോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നമ്മുടെ പ്രയാണം മുന്നിലേക്കാണ്. അത് വിശ്വാസ ജീവിത യാത്രയാണ്. ദൈവത്തിന്റെ ശബ്ദം മോശയിലൂടെ ജനങ്ങളോട് പറയുകയാണ്. അവരോട് മുൻപോട്ട് പോകാൻ പറയുക എന്ന ദൈവത്തിന്റെ ബലപ്പെടുത്തുന്ന ശബ്ദം. എങ്ങനെയാണ് മുൻപോട്ട് പോകാൻ കഴിയുക? ഈ സമുദ്രത്തിൽ എങ്ങനെ അതിജീവിക്കും? ഈ സമുദ്രം എങ്ങനെ കടന്നുപോകും? ഇതിനെങ്ങനെ അതിജീവിക്കാനായി സാധിക്കും? മറുകര എങ്ങനെ കഴിയും? എങ്ങനെയാണ് പ്രതിവിധി കണ്ടെത്തുക എന്നത് വളരെ ആശങ്കാജനകമായിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മളും അതിന് മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു വചനമനുസരിച്ച്. ദക്ഷിണേന്ത്യ സഭയിൽ ഇന്നത്തെ ചിന്താവിഷയം സ്നാനം എന്ന ഉദാശയെക്കുറിച്ചാണ്. വിശുദ്ധമായിട്ടൊന്നും അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നു. എങ്കിലും അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേഗത്തിൽ. സ്നാനം ഒരു കൂദാശയാണ്. സഭയുടെ കൂദാശ. സഭയുടെ ആത്യന്തികമായ ലക്ഷ്യം കൂദാശയല്ല, സുവിശേഷീകരണമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. പൗലോസിന്റെ വാക്കുകളാണ് അതിൽ പ്രധാനം കാണാൻ കഴിയുക. ഞാൻ സ്നാനം ചെയ്യിപ്പാനല്ല, സുവിശേഷം പ്രസംഗിക്കാനാണ്. സുവിശേഷീകരണമാണ് ക്രൈസ്തവ ജനതയുടെ പരമപ്രധാനമായിട്ടുള്ള ദൗത്യം. എന്നാൽ ഇന്ന് സ്നാനമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞ് മനുഷ്യൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ആത്മീയ വ്യാപാര വ്യവസ്ഥിതി വർദ്ധിക്കുന്നു.
അതിന് നമ്മൾ തിരിച്ചറിയും. വിശ്വാസത്തിൽ ബലഹീനരായവരെ ചൂഷണം ചെയ്യുവാൻ സ്നാനത്തെ ഒരു വഴിയായിട്ടെടുക്കുന്ന ചിത്രം വളരെയധികം കാണുവാൻ നമുക്ക് സാധിക്കും എന്നത് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ കാര്യമെടുക്കാം. 120ഓളം കോടി വരുന്ന ജനസംഖ്യയുള്ള ഭാരതം, 1600-ലധികം ഭാഷകൾ സംസാരിക്കുന്ന ഭാരതം, 2000-ലധികം ജാതികളും ഉപജാതികളുമുള്ള ഭാരതം. ആ ഭാരതത്തിൽ സുവിശേഷീകരണം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇത് കണക്ക് പറയുന്ന ഏകദേശം 5 ലക്ഷത്തിലധികം മിഷണറിമാര് വേണം ഈ ഭാരതത്തിൽ സുവിശേഷീകരണത്തിൽ. ആ വസ്തുതകളൊന്നും കണക്കിടാതെ സ്നാനമാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ചില ആത്മീയ തട്ടിപ്പുകളെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് ഓർക്കുക. അത് മണിമോട്ടീവാണ്. പ്രധാനം പറയുന്നത് എങ്ങനെയാ? സുവിശേഷീകരണത്തെക്കുപരിയായി ബക്കറ്റിനകത്ത് മീൻ പിടിക്കുന്ന ഏർപ്പാട് നടത്തുന്നതിനെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് ഓർക്കുക. ബക്കറ്റിനകത്ത് പിടിച്ചിട്ടിരിക്കുന്ന മീനിനെ വീണ്ടും ചൂണ്ടിട്ട് പിടിക്കുന്ന ഒരു പ്രവർത്തനമായി ഇന്ന് പല സഭാവിഭാഗങ്ങളിലും സ്നാനത്തെ ഒരു മുഖാന്തരമായി എടുക്കുന്നു. മണിമോട്ടീവ്, ധനികരോട് മാത്രമുള്ള ആത്മീയത, ജനങ്ങളുടെ ബലഹീനതകളെ ചൂഷണം ചെയ്തവരെ പിഴിഞ്ഞെടുക്കുന്ന പ്രവർത്തനം, മനുഷ്യന്റെ അസ്വസ്ഥ ജീവിതങ്ങളിൽ ഇടപെട്ട് പരിഹാരം തരാമെന്ന് പറഞ്ഞ് ചൂഷണത്തിന് ഏർപ്പാടാക്കുന്ന തരം ആത്മീയ ജീവിതങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാം ഇന്ന് വായിച്ചു കേട്ട വേദപുസ്തക ഭാഗത്തൊക്കെയും സ്നാനത്തെക്കുറിച്ച് പുതിയ നിയമത്തിന്റെ ഒരു പഴയ നിയമ മുൻകുറിയായിട്ട് പറയുന്ന കാര്യം, സ്നാനത്തിന് മുൻകുറി പറയുന്നത് മുങ്ങുന്നതാണ് സ്നാനം, മുതിർന്നതാണ് സ്നാനം എന്നൊക്കെ പറയുന്നത്. സ്നാനത്തെക്കുറിച്ച് വിവാദങ്ങൾ നമുക്ക് സൃഷ്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. മുങ്ങലാണോ എന്ന് നമുക്ക് ചിന്തിക്കുന്ന വളരെ എളുപ്പമുള്ള കാര്യം ഇതാണ്. സ്നാനത്തിന് മുൻകുറി എടുക്കാം. 1 കൊരിന്ത്യർ 10:1-3 വരെ. ആദിമ ജനത, ഇസ്രായേൽ ജനത മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു എന്ന് പറയുക. ചെങ്കടൽ കടന്നതാണ് ചരിത്ര പശ്ചാത്തലം. അന്നവർ മുങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും മുങ്ങുകയില്ലായിരുന്നു. അന്നവർ മുങ്ങിയിരുന്നെങ്കിൽ എന്നേക്കുമായി നശിക്കുമായിരുന്നു. മുങ്ങലല്ല, മറിച്ച് ദൈവത്തിന്റെ കരുതലാണ് സ്നാനം, ദൈവകൃപയാണ് സ്നാനത്തിൽ സംഭവിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്, പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം, അല്പജനം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂട്ടം പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു. അന്ന് പെട്ടകത്തിൽ ശേഷിച്ചത് നോഹയും കുടുംബവും മാത്രമാണ്, അതുപോലെ ജീവജാലങ്ങളും. അവർ രക്ഷപ്പെട്ടത് വെള്ളത്തിൽ മുങ്ങിയത് കൊണ്ടല്ല, വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. അപ്പോ മുങ്ങൽ എന്ന് പറയുന്ന പരിപാടി അതൊരു മുഖാന്തരം മാത്രമാണ്. സ്നാനത്തിൽ കൃപയാണ് വലുത് എന്ന് ഓർമ്മിപ്പിക്കും. അതുകൊണ്ടാണ് സ്നാനത്തെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള ബാലിശമായ പഠിപ്പിക്കലുകളിൽ വീണുപോകാതെ സൂക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. സ്നാനം ഒന്നേയുള്ളൂ. തീർച്ചയായും ദക്ഷിണേന്ത്യ സഭയുടെ സ്നാനം വേദപുസ്തക അടിസ്ഥാന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നമുക്ക് ലഭ്യമായതാണ് എന്ന് അറിയുക. വേദപുസ്തക പ്രകാരം നാം സ്വീകരിക്കുന്ന സ്നാനം, അതിന് പുറമെ പിന്നെയുമെടുക്കുന്നത് ദൈവത്തോടും ദൈവവചനത്തോടും ഒക്കെയുള്ള നിന്ദയാണെന്ന് മാത്രം കരുതുക. അതവിടെ നിൽക്കട്ടെ. ഈ പ്രത്യേക പരിസ്ഥിതിയിൽ നമുക്ക് ധൈര്യം തരുന്ന ദൈവശബ്ദത്തിനു വേണ്ടി കാതോർക്കാം. ഇവിടെ മോശ തീർച്ചയായും ജനതയ്ക്ക് വേണ്ടി സംസാരിച്ചിരുന്നിരിക്കാം. ചെങ്കടൽ കടക്കുന്നതിന് മുൻപ് അവരുടെ യഹോവ പറയുന്ന കാര്യം ഇതാണ്: അവരുടെ മുൻപോട്ട് പോകുവാൻ പറയുക. നാം മുൻപോട്ട് പോകാൻ തന്നെ നിയോഗം ലഭിച്ചവരാണ്. ഇനി പിന്തിരിഞ്ഞു പോകുക സാധ്യമല്ല. വിശ്വാസത്തിൽ മുൻപോട്ട് പോകണം, പ്രത്യാശയിൽ മുൻപോട്ട് പോകണം, ദൈവാശ്രയത്തിൽ മുൻപോട്ട് തന്നെയാകണം നാം പോകേണ്ടത്. നമ്മുടെ ജീവിതവും മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രതിസന്ധികൾ വരും, പ്രശ്നങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതിന്റെ മധ്യത്തിലും ദൈവകൃപയിൽ ആശ്രയിച്ചു നമ്മുടെ ജീവിതം കുറെ കൂടി ഇനിയും ജീവിച്ചെടുക്കാനുണ്ടല്ലോ. അതുകൊണ്ട് ദൈവാശ്രയത്തോട് മുൻപോട്ട് പോകാനായിട്ട് ദൈവം പറയുന്ന ശബ്ദമാണ്. It's the word of God. It's living word of God. ദൈവത്തിന്റെ ശബ്ദമാണ്.
ദൈവം ഓരോരുത്തരും പറയുന്നുണ്ട് മുൻപോട്ട് പോകുക. ദൈവം മുൻപോട്ട് പോകാൻ പറഞ്ഞാൽ ദൈവം കൂടെയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. അത് ദൈവത്തിന്റെ വാഗ്ദാനം, ദൈവത്തിന്റെ ശബ്ദമാണ്. മുൻപോട്ട് പോകുക ധൈര്യത്തോടെ, മുൻപോട്ട് പോകുക വിശ്വാസത്തോടെ, മുൻപോട്ട് പോകുക പ്രത്യാശയോടെ, മുൻപോട്ട് പോകുക ദൈവാശ്രയത്തോടെ. നിന്നോടുകൂടെ എന്നും എല്ലാ നാളും ഞാൻ കൂടെ ഉണ്ടാകും. പ്രവാചകൻ പറയുന്നത്, നീ മുൻപിൽ നടക്കുക, ഒരു ശബ്ദം കേൾക്കും പിന്നിൽ നിന്ന്. തീർച്ചയായിട്ടും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തില്ല. ചെങ്കടൽ കടക്കുന്നതിന് മുൻപുള്ള ഒരുക്കത്തെ കുറിച്ച് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ കാണാൻ കഴിയുന്ന 19ാമത്തെ വാക്കിൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, ഇസ്രായേൽ ജനതയും മിസ്രയീമ സൈന്യവും ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. സൈന്യം പിടിക്കാനുള്ള യാത്രയിലാണ്. ആ സമയത്ത് യഹോവ ദൈവം അവരെ കരുതുന്നത് മേഘമായും അഗ്നിത്തൂണായും രാവും പകലും ദോഷം അടുത്തുകൂടാതെ കരുതുന്ന ഒരു ദൈവം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവജനത്തിന് അഭയമാകുന്ന ഒരു ദൈവം. ദൈവം വിളിക്കുന്നുവെങ്കിൽ, ദൈവം വേർതിരിച്ചുവെങ്കിൽ അവൻ നമ്മോട് കൂടിയിരിക്കും എന്നുള്ള ഒരു ധൈര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. പുറപ്പാട് പുസ്തകം 14-19 വാക്യം, അനന്തരം ഇസ്രായേലിയരുടെ അടുത്തേക്ക് ഫറവോന്റെ സൈന്യം അടുത്തടുത്ത് വരുന്നു എന്ന് തോന്നിയപ്പോൾ അനന്തരം ഇസ്രായേലിന്റെ സൈന്യത്തിന് മുൻപായി നടന്ന ദൈവത്തിന്റെ ദൂതൻ, മുമ്പ് നടന്ന ദൂതൻ അവരുടെ പിൻവശത്ത് നിന്നു. ആ സമയത്ത് മേഘസ്തംഭവും ഒരു മറ പോലെ അവരെ രണ്ടു കൂട്ടത്തിന് തമ്മിൽ ഒരു മറയായിട്ട് നിന്നു. ഇപ്പോൾ ഇസ്രായേലിനെ പിടിക്കുവാൻ പറ്റാത്ത വിധം ഈ മേഘം അവർക്ക് സൈന്യത്തിന് മറയായി നിന്നു. ഓർക്കുക, മുൻപിലായാലും പിന്നിലായാലും ദൈവ സാന്നിധ്യം കൂടെയും. നമുക്കുള്ള ധൈര്യം എന്ന് പറയുന്നത്, ഏതവസ്ഥയിലായാലും ദൈവം എന്നോട് കൂടെയും. മുൻപിൽ കണ്ടില്ല, പക്ഷേ തീർച്ചയായിട്ടും അവൻ പിന്നിലുണ്ടാകും. പിന്നിലില്ലെങ്കിൽ തീർച്ചയായിട്ടും മുന്നിൽ അവനുണ്ടാകും. കാരണം ദൈവജനത്തെ കരുതുക ദൈവത്തിന്റെ സ്നേഹവും ഉത്തരവാദിത്വമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ അഗ്നി, മേഘം, ജലം എന്നൊക്കെ പറയുന്നത് ദൈവിക സംരക്ഷണത്തിന്റെ വ്യത്യസ്ത മുഖാന്തരങ്ങളാണ്. മേഘസ്തംഭമായും അഗ്നിത്തൂണായും എന്ന് പറയുന്നത് ദൈവം ഏതെല്ലാം രീതികളിലാണ് കരുതുന്നതെന്ന് സൂചിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാണ്. ചെങ്കടൽ കടന്നു പോകാനുള്ള ജനം, നമുക്കറിയാം, ഇതൊരു വലിയൊരു ചരിത്ര പ്രക്രിയയാണ്. ഈ നദി കടന്നു വേണം ഇനി പോകാൻ, സമുദ്രം കടന്നു വേണം പോകാൻ. ആ സമയത്ത് അവരെ സഹായിക്കാനായി ദൈവത്തിന്റെ എത്രയോ ശക്തമായ പ്രവർത്തനം, ദൈവം ഏതെങ്കിലും രീതിയിലാണ് പ്രവർത്തിക്കുകയെന്ന്. അന്ന് രാത്രിയിൽ വലിയൊരു കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു എന്നാണ് 21ാമത്തെ വാക്യം. ഒരു വലിയ കിഴക്കൻ കാറ്റ് രാത്രി മുഴുവനും ദൈവം അധ്വാനിക്കുന്നു. ആ ചെങ്കടലിൽ നിന്ന് പിളർന്നു കിട്ടുവാൻ വേണ്ടി ദൈവം ജനതയെ വിളിച്ച് ദൈവം അവരെ നടത്തിക്കൊണ്ടുപോകാൻ, ഈ ചെങ്കടലിൽ നിന്ന് പിളർക്കുവാനായിട്ട് അന്ന് രാത്രി മുഴുവനും 21ാമത്തെ വാക്യത്തിൽ കിഴക്കൻ മഹാശക്തിയുള്ള യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാണ്. പറയും ദൈവത്തിന്റെ പ്രവർത്തനം ശക്തമാണ്. ജീവിതങ്ങളിൽ ഇടപെടുന്നത് വളരെ ശക്തമായിട്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. കാറ്റ് പരിശുദ്ധാത്മ സൂചിപ്പിക്കുന്നതെന്നും ഇന്നത്തെ സുവിശേഷ വേദപുസ്തക ഭാഗത്ത് നിക്കോദേമോസും യേശു തമ്മിലുള്ള സംഭാഷണത്തിൽ മരുഭൂമിയിൽ കാഞ്ഞിരിക്കുന്ന കാറ്റ് പോലെ പരിശുദ്ധാത്മ ഇടപെടുമെന്ന് പറയും. ഇവിടെ ദൈവിക പ്രവർത്തനം വളരെ വിലയേറിയതാണ്. ദൈവം ഏത് വിധേനെ പല മുഖാന്തരങ്ങളിലൂടെ ജനത്തെ കരുതുവാനായിട്ട് അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ നാളുകളിൽ ഡോക്ടർമാരിലൂടെ, നഴ്സുമാരിലൂടെ, സയന്റിസ്റ്റുകളിലൂടെ, ഫാർമസിസ്റ്റുകളിലൂടെ, ലാബ് ടെക്നീഷ്യന്മാരിലൂടെ, പോലീസ് സേനയിലൂടെ, സന്നദ്ധ സംഘടനകളിലൂടെ ജനത്തെ വീണ്ടെടുക്കുവാൻ, ജനത്തെ സൗഖ്യമാക്കുവാൻ, ജനത്തിന് കൂടെയിരിക്കുവാൻ ദൈവം കഠിനമായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അവരോട് കൂടെ നിൽക്കുകയാണ് നമ്മുടെ ദൗത്യമെന്ന് ഓർമ്മിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ദൈവികമായ പ്രവർത്തനത്തിലൂടെ അസാധ്യമെന്ന് കരുതിയ ചെങ്കടൽ പിളരുകയും ജനം മറുകര കടക്കുകയും ചെയ്യും. ഇത് വിശ്വാസത്തിന്റെ ജീവിതയാത്രയാണ്. ഇത് വിശ്വാസത്തിന്റെ ജീവിത പ്രയാണമാണ്. ആ വിശ്വാസ യാത്രയിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തോടുകൂടി ആരെല്ലാം കർത്താവിനെ നോക്കുന്നുണ്ടോ അവരൊക്കെയും അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ്. ഓർക്കുക, പാലസ്തീനിലും യെരൂശലേമിലും യഹൂദയിലും കഫർനഹൂമിലും ഒക്കെ എത്രയോ പേര് യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശുവിനെ കണ്ടിട്ടുണ്ട്. യേശു നോക്കിയുള്ള അപ്പം കഴിച്ചിട്ടുണ്ട്. യേശുവിന് സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട്. യേശുവിനോട് കൂടെ നടന്നിട്ടുണ്ട്. യേശു പോയപ്പോൾ വഴികളൊക്കെ രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ
വിരലിലെണ്ണാവുന്ന കുറച്ചു പേര് മാത്രമാണ് ഇത് ദൈവപുത്രനാണ് എന്ന് തിരിച്ചറിഞ്ഞു. ആ തിരിച്ചറിഞ്ഞവർക്ക് അവൻ അഭയമായിരുന്നു, ആശ്വാസമായിരുന്നു, അനുഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ ലേഖനകർത്താവ് പറയുന്നത്, അവനെ സൂക്ഷിച്ചു നോക്കണം. കൺസിഡർ ഹിം. യേശുവിനെ വെറുതെ നോക്കിയ പോലെ വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു നോക്കണം. അപ്പോൾ അവനിൽ രക്ഷകനെ കാണാൻ കഴിയും, അപ്പോൾ അവനിൽ വീണ്ടെടുപ്പുകാരനെ കഴിയും, അപ്പോൾ അവനിൽ നമുക്ക് നമ്മുടെ സമീപത്തുള്ള ഇമ്മാനുവലിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് വേണ്ടി വന്ന യേശുവിനെ വിശ്വാസ കണ്ണോടുകൂടി നോക്കിക്കാണുവാനും ദൈവത്തിന്റെ കൃപകൾ അനുഭവിക്കുവാനും ഈ പ്രതികൂല നാളുകളിൽ, ഈ പ്രയാസ നാളുകളിൽ, ഈ വേദന നിറഞ്ഞ, അസ്വസ്ഥത നിറഞ്ഞ, ആശങ്കയുള്ള ഈ കാലഘട്ടങ്ങളിലും ഇത് നിയന്ത്രിക്കുവാൻ യോഗ്യനായ ഒരു കർത്താവ്, പലവിധമായ മുഖാന്തരങ്ങളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവകാരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ജനതയോട് യഹോവ പറയുന്ന ഒരു വാക്കിങ്ങനെയുണ്ട്: മുൻപോട്ട് പോകുക, വിശ്വാസത്തോടുകൂടി, ദൈവാശ്രയത്തോടുകൂടി, ദൈവകരങ്ങൾ സമർപ്പിച്ച് ഓരോ ദിനവും വിശ്വാസ ജീവിതയാത്ര തുടരുക. ലക്ഷ്യത്തിലെത്തിച്ചേരും, അനുഗ്രഹിക്കപ്പെടും, നന്മയുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. അതിനാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെയും സകല ലോകത്തെയും ഒരുപോലെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ചേർന്നവർക്ക് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ: സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിനെ ക്രൂശിക്കപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചെന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി, സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. ശുദ്ധ കാതോലിക സഭയിലും ശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും ജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളോട് കൂടെയും. പെന്തക്കോസ്തിന് ശേഷം 11-ാം ഞായറാഴ്ചത്തേക്കുള്ള പ്രത്യേക അപേക്ഷ. കൃപാലുവായ ദൈവമേ, നിന്റെ ദയയാലും നന്മയാലും പരിശുദ്ധാത്മാവിന്റെ പുതുക്കത്താലും രൂപാന്തരത്താലും ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന ദൈവം നീയാകുന്നുവല്ലോ. വെള്ളത്തിനാലും ആത്മാവിനാലും വീണ്ടും ജനിക്കണമെന്ന ബോധ്യത്തെ ഞങ്ങൾക്ക് നൽകി സഹായിക്കണമേ. അങ്ങനെ ദൈവരാജ്യത്തിലുള്ള നിത്യജീവനെ കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങൾക്ക് നൽകണമേ. പിതാവിനോടും പുത്രനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് ഞങ്ങളുടെ പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായി സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്റെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച്
ഇവയിൽ തന്നെ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ ആത്മീയതകളിൽ നിന്നും 65-ാമത്തെ ആത്മീയഗീതം എന്റെ യേശുവിൻ സന്നിധിയിൽ നിന്ന് ആരംഭിക്കുന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. മുൻപോട്ട് പോകുക എന്നരുളിയ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കും. പ്രതികൂലങ്ങളിൽ, പ്രയാസങ്ങളിൽ, ആകുലതകളിൽ, ആതുരതകളിൽ, ആശങ്കകളിലൊക്കെ നമ്മളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശബ്ദത്തിന് കാതോർക്കുക. അവൻ പറയുന്നു, മുൻപോട്ട് പോകുക. മുൻപിൽ ചെങ്കല്ലായാലും എന്ത് പ്രതികൂലമായാലും അതിനെ അതിജീവിക്കുവാൻ, തരണം ചെയ്യാൻ, മറികടക്കാൻ കരുത്തു പകരുന്ന, വഴിയൊരുക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, വിശ്വസിക്കുന്നു എങ്കിൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും.
വിശ്വാസത്തോടെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം അനുഭവിക്കുന്ന എല്ലാ നൊമ്പരങ്ങളെയും, എല്ലാ ഭയങ്ങളെയും, എല്ലാ അസ്വസ്ഥതകളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ഭവനങ്ങളെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കാം. തലമുറകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജോലി, അധ്വാനം, ആവശ്യങ്ങൾ ഏതായാലും സമർപ്പിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരീക്ഷകൾ കുറുകുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അഡ്മിഷന് വേണ്ടി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയുടെ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളും ക്ഷീണിതരും നമുക്ക് ഓർത്ത് മധ്യസ്ഥത അണിക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നാഥന്റെ കരങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാം. നമ്മുടെ ചുറ്റുപാടുകൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൊറോണ ബാധിതമായിരിക്കുന്ന ലോകരാജ്യങ്ങളെ ഓർത്ത് ലോക സമാധാനത്തിന് വേണ്ടി, സൗഖ്യത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി കർത്താവിനോട് അപേക്ഷിക്കുക. കർത്താവ് പറയുന്നു, നിന്നോടുകൂടെ ഞാൻ മുമ്പിൽ ചെങ്കടലാണെങ്കിലും അതിന് പ്രതികൂലങ്ങളുടെ മധ്യേ ഇടപെടുന്ന, അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന, വഴിയൊരുക്കുന്ന, മനുഷ്യന്റെ ബുദ്ധിക്കും ചിന്തകൾക്കും ഒക്കെ അതീതമായി പ്രവർത്തിക്കുന്നത് കർത്താവ്. അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, ഈ പ്രതികൂല നാളുകളൊക്കെയും അത് അതിജീവിക്കുവാനും കൃപ നൽകണമേ എന്ന് അപേക്ഷിക്കാം. നമ്മുടെ സഭയെ, ഭവനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. മഹായിടവകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അധ്യക്ഷനെ ഓർക്കാം. മഹായിടവക ഭാരവാഹികളെയും സഭകളെയും ശുശ്രൂഷകന്മാരെയും ദൈവമക്കളെയും സമർപ്പിക്കാം. നമ്മുടെ ഭരണകൂടത്തെ ഓർക്കാം. പ്രധാനമന്ത്രി, പ്രസിഡന്റ്, കേന്ദ്രങ്ങൾ, സംസ്ഥാന ഭരണകൂടങ്ങൾ എല്ലാം നമുക്ക് ഓർക്കാം. കോവിഡ് മഹാമാരിയെ ഓർത്ത് മധ്യസ്ഥത ചെയ്യാം. ഈ മഹാമാരിയിൽ നിന്നും, ഈ ഭീകരമായ അവസ്ഥയിൽ നിന്നും നമുക്ക് സൗഖ്യമുണ്ടാകുവാൻ ദൈവകരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും നമുക്ക് സമർപ്പിച്ച് മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം. കർത്താവ് ഇടപെടും. മുൻപോട്ട് പോകാൻ പറയുന്ന കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. പ്രാർത്ഥനയോടുകൂടെ മുൻപോട്ട് പോകാം. വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് പോകാം. നമ്മെ നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. മറ്റനേകം മക്കൾ പ്രയാസപ്പെടുന്നുണ്ട്, വേദനപ്പെടുന്നുണ്ട്. ഈ കോവിഡ് ബാധ മൂലം അനേകരെ അസ്വസ്ഥത, അനേക പ്രതിസന്ധി, പലതരത്തിലുള്ള പ്രയാസങ്ങൾ കർത്താവിനെ ഗ്രഹിക്കുന്ന നമ്മെ അപേക്ഷിക്കാം. ഈ ബലഹീനതകൾ മാറി, ഈ ബുദ്ധിമുട്ടുകൾ മാറി ലോകത്തിൽ ശാന്തിയും സന്തോഷവും ഉണ്ടാകാൻ തിരികെ വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നാഥന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ പൊറുക്കണമേ. നൽകിയ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം പിതാവേ. നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു, ഭവനങ്ങളെ സമർപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. എല്ലാ മക്കളുടെ മേലും രക്തം കൊണ്ട് കഴുകിമുദ്രയിട്ട് അടിയങ്ങളുടെ ശുശ്രൂഷകളെ കർത്താവ് മാനിക്കണമേ. രോഗികളെയും ക്ഷീണിതരെയും ഒക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, ആശ്വസിപ്പിക്കണമേ. കോവിഡ് ബാധിതരായിരിക്കുന്ന മക്കളുണ്ട്, നിരീക്ഷണം കഴിയുന്നവരുണ്ട്, ഐസിയുലായിരിക്കുന്നവരുണ്ട്, വെന്റിലേഷൻ കഴിയുന്ന മക്കളുണ്ട്, വാർഡിൽ മേൽ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവേ, സൗഖ്യദായകനേ, നീ തൊട്ട കുഞ്ഞുങ്ങളും നിന്നെ തൊട്ടവരും ഒക്കെയും സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടല്ലോ. നിന്റെ കരങ്ങളിൽ നിന്റെ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ബലപ്പെടുത്തുകയും ക്ഷീണതകളെ വ്യക്തി ക്ഷേമത്തോടെ അവരെ കരുതുകയും ചെയ്യണമേ. അവരെ ശുശ്രൂഷിക്കുന്ന ലോകത്തെമ്പാടും ഡോക്ടർമാരെയും നഴ്സുമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ഫാർമസിസ്റ്റുകളെയും ലാബ് ടെക്നീഷ്യന്മാരെയും വൈദ്യശാസ്ത്രരംഗത്ത് ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സമർപ്പിക്കുന്നു. തക്കതായ പ്രതിവിധി കണ്ടെത്തുവാൻ ചെങ്കടൽ പിളർന്ന കർത്താവെ നീ കൂടിയിരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവരിലൂടെ നിത്യമായ സമാധാനവും സൗഖ്യവും പിതാവേ ലോകത്തിലേക്ക് അയക്കണം. അത്ഭുതകരമായ സൗഖ്യം, ദൈവിക ദാനം ഞങ്ങളെ കൈവിട്ട് കളയരുതേ എന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങൾ ചുറ്റുപാടുകളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ചുറ്റുപാടുള്ള ഭവനങ്ങളെ ഒക്കെ ഞങ്ങൾ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ലോകത്തിനായി, രാജ്യത്തിനായി സ്തോത്രം. ഭാരതത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഭാരതത്തിന്റെ ഭരണാധികാരി അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയും ജ്ഞാനവും ആരോഗ്യമേഖല മക്കൾക്ക് നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. നഗരങ്ങളിലേക്ക് ആതുരമായ ലോകത്തെ, ആശങ്കയുള്ള ലോകത്തെ സമർപ്പിക്കുന്നു. നീ സൗഖ്യമാക്കണമേ, ബലപ്പെടുത്തണമേ, ദോഷം കൂടാതെ കരുതണമേ.
പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കുടുംബമായിട്ട് ഏൽപ്പിക്കുന്നു. ഓരോ ഭവനങ്ങൾ നാഥൻ അനുഗ്രഹിക്കണമേ, ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ നാഥന്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ആ ഭവനത്തിലെ കുഞ്ഞുങ്ങളെയും അപ്പനമ്മമാരെയും അവരുടെ മക്കളെയും അവരുടെ കൊച്ചുമക്കളെയും അവരുടെ ജോലി, ബിസിനസ്, സമ്പാദ്യം, കൃഷി, കന്നുകാലി സമ്പത്ത്, അവരുടെ ജോലി, അവരുടെ യാത്ര, ആ കുഞ്ഞുങ്ങളുടെ സകല കാര്യങ്ങൾക്ക് അനുഗ്രഹിക്കണമേ. ഓരോ ഭവനങ്ങളിലും ചുറ്റുപാട് താമസിക്കുന്ന കുടുംബങ്ങളുണ്ട്, ആ മക്കളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ആ ദേശം അനുഗ്രഹിക്കണമേ. പിതാവിന്റെ കരങ്ങളിലേക്ക് പ്രാർത്ഥന സംബന്ധിക്കുന്ന ആരാധിക്കുന്ന നിന്റെ മക്കളെ സമർപ്പിക്കുകയാണ്. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, അനുഗ്രഹിച്ചതിനായ സ്തോത്രം. രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിൻ അടിസ്ഥാനം ആശ അമലത്തിൽ ആരംഭിക്കുന്ന 154 ഗീതം നാം പാടുന്ന സമയത്ത് നമ്മുടെ ആത്മസമർപ്പണത്തിന് പ്രതീകമായി നമ്മുടെ ദാനങ്ങളിൽ ഒരു കുഞ്ഞു പങ്ക് ദേവാലയത്തിലേക്ക് വേണ്ടി നമുക്ക് സമയത്ത് മാറ്റിവെക്കാവുന്ന, സമർപ്പിക്കാവുന്നതാണ്. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ദാനങ്ങളെയും നമ്മയും സമർപ്പിക്കുവാൻ നമുക്ക് ചേർന്ന് പാടാം 154 ഗീതം. ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സകല നല്ല ദാനങ്ങളുടെയും ദാതാവും ഉറവിടവുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം ദൈവമേ നിന്റെ ദാനങ്ങൾ ഞങ്ങൾ അറിയുന്നു. നീ തന്നതല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല എന്ന് അംഗീകരിച്ചു. നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെയും ഞങ്ങൾക്കുള്ള സകലത്തെയും ഏൽപ്പിക്കുകയാണ്. അതായത് ദാനങ്ങളെ നീ സ്വീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. അർപ്പിക്കുന്ന മക്കളെ കർത്താവ് കുടുംബം അനുഗ്രഹിക്കണമേ. അവരുടെ ജോലി, അധ്വാനം, പ്രയത്നം, വരുമാനം ഏതായാലും നിന്റെ കുഞ്ഞുങ്ങളുടെ നന്മയിലേക്ക് നീ ചേർത്ത് തരും. സ്വർഗീയ പിതാവിന്റെ കരങ്ങളിലേക്ക് നിന്റെ മക്കളെയും തലമുറകളെയും പ്രാർത്ഥനയോടുകൂടി വരവേൽപ്പിക്കും. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാൻ, ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ.
സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടമ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിന്റെ കൃപകളും വാഴ്വുകളും അനുഗ്രഹങ്ങളും കർത്താവിന്റെ മക്കളെ നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഭവനങ്ങളോടുകൂടെയും നിങ്ങളുടെ മക്കളോടുകൂടെയും തലമുറകളോടുകൂടെയും ദേശത്തിന്റെ സൗഖ്യത്തോടുകൂടെയും ഇന്നും എല്ലായ്പ്പോഴും ഇരിക്കുമാറാകട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി 240 ഗീതത്തിന്റെ 3-ാമത്തെ ചരണം നമുക്ക് ചേർന്ന് പാടാം. 240 ഗീതം 3-ാമത്തെ ചരണം.